ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മൾ ഇങ്ങനെ പോകുന്നു. RCSനെ കുറിച്ച് പറഞ്ഞ് RCSന്റെ കീഴിലുള്ള ഓരോ സെക്ഷനുകളെയും നമ്മൾ പരിചയപ്പെട്ടു. അടുത്തൊരു ഓപ്ഷൻ നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകൾ നടത്തുന്നുണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് HDC JDC കോഴ്സുകൾ നടത്താൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ത് ചെയ്യുന്നുണ്ട്? കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകൾ കേരളത്തില് 9ഓളം കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ കീഴില് 9ഓളം ട്രെയിനിങ് സെന്ററുകൾ ഓൾ ഓവർ കേരളത്തിൽ മുഴുവനായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 9 കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളാണ്. 9 കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളാണ് നമ്മുടെ കേരളത്തിൽ ഓവറോൾ ഉള്ളത്. അതിൽ HDC JDC കോഴ്സുകളാണ് ഈ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളിൽ നടത്തുന്നത്. ഈ ട്രെയിനിങ് സെന്ററുകളിൽ 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളിൽ 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാർക്ക് പുറമെ 23 കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരും 23 കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ട്രെയിനിങ് സെന്ററുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 9 കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളാണുള്ളത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്. അതുകൊണ്ട് ഡെപ്യൂട്ടി രജിസ്ട്രാർമാര് കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളിൽ പ്രിൻസിപ്പൽ ചാർജിലാണുള്ളത്. പ്രിൻസിപ്പൽമാർ എന്ന് പറയില്ല, നമ്മളെ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററിലെ ഹെഡായിട്ട് പ്രിൻസിപ്പൽമാരായിട്ടാണ് ഇരിക്കുന്നത്. 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ. ഓരോ ഡെപ്യൂട്ടി രജിസ്ട്രാർമാരും ഓരോ ട്രെയിനിങ് സെന്ററുകളിലെയും പ്രിൻസിപ്പൽമാരുടെ ഇൻചാർജാണ്. കേട്ടോ. അപ്പോ ബാക്കിയുള്ള 23 കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാർ എന്താ ചെയ്യുന്നത്? കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാർ ചെയ്യുന്നത് അവിടുത്തെ ലെക്ചേഴ്സ് ആണ്, അവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സ് ആണ്, അവിടുത്തെ ടീച്ചേഴ്സ് ആണ്. നമ്മൾ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ അസിസ്റ്റന്റുമാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളെയും പരിചയപ്പെട്ടപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ വിങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഓഡിറ്റ് വിങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലെ ട്രെയിനിങ് സെന്ററുകളിൽ, കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളിൽ, അതായത് HDC JDC പഠിപ്പിക്കുന്ന കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളിൽ ടീച്ചേഴ്സായിട്ട് 23 കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരും ആ ട്രെയിനിങ് സെന്ററുകളുടെ പ്രിൻസിപ്പൽമാരായി ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കേരളത്തിൽ 9 ട്രെയിനിങ് സെന്ററുകളാണുള്ളത്. അതുകൊണ്ട് 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരും ഓരോ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് ഈ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തികച്ചും ഫ്രീ ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് ലെവലില്
തിരുവനന്തപുരം ജവഹർ ഭവനിലെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ ഓഫീസിൽ അഥവാ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫീസിലുള്ള 22 സെക്ഷനുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. മെജോറിറ്റി സെക്ഷനുകളും നമ്മൾ ഇതിനകത്ത് പരിചയപ്പെട്ടു. 4 അഡീഷണൽ രജിസ്ട്രാർമാരെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് വിങ് പരിചയപ്പെട്ടു, കൺസ്യൂമർ വിങ് പരിചയപ്പെട്ടു, അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോയും ICDPയും പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ പരിചയപ്പെട്ടു അല്ലെ. 4 സെക്ഷനുകൾ അവിടെ തന്നെ പരിചയപ്പെട്ടു. മൊത്തം 22 സെക്ഷനിൽ 4 സെക്ഷൻ അവിടെ തന്നെ നമ്മൾ പരിചയപ്പെട്ടു. പിന്നീട് നമ്മളെ ജോയിന്റ് രജിസ്ട്രാർമാരത്തേക്ക് പോയപ്പോൾ അവിടുന്ന് 2 ഡിപ്പാർട്ട്മെന്റ് 2 സെക്ഷനുകൾ പരിചയപ്പെട്ടു അല്ലെ. അതായത് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റികളും അതേപോലെ തന്നെ SC/ST സൊസൈറ്റികളും. 4 അഡീഷണൽ രജിസ്ട്രാർമാരെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ 2 ജോയിന്റ് രജിസ്ട്രാർമാരെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ മൊത്തം 6 സെക്ഷനുകൾ നമ്മൾ അവിടെ തന്നെ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ലോ ഓഫീസർ ഉണ്ട് എന്ന് പറഞ്ഞു, ഒരു ഫിനാൻസ് ഓഫീസർ ഉണ്ട് എന്ന് പറഞ്ഞു, ഒരു റിസർച്ച് ഓഫീസർ ഉണ്ട് എന്ന് പറഞ്ഞു. സോ ഒരു ലോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ അവിടെ വന്നു, ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വന്നു, റിസർച്ച് അതല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വന്നു. അപ്പോൾ 9 സെക്ഷനുകൾ ഇവിടെ തന്നെ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? 10ാമതായിട്ട് നമ്മൾ ഓഡിറ്റ് സെക്ഷൻ പരിചയപ്പെട്ടു. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോപ്പറേറ്റീവ് വിജിലൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. അതിനുശേഷം കോപ്പറേറ്റീവ് വിജിലൻസിന്റെ ഓഫീസ് ഇൻചാർജ് ആർക്കെന്ന് പറഞ്ഞ? കോപ്പറേറ്റീവ് വിജിലൻസിന്റെ ഓഫീസ് ഇൻചാർജ് ആരായിരിക്കും എന്ന് പറഞ്ഞ? ജോയിന്റ് രജിസ്ട്രാർ എന്ന് നമ്മൾ പറഞ്ഞിട്ട്. കോപ്പറേറ്റീവ് വിജിലൻസ് ഓഫീസിന്റെ ഓഫീസ് ഇൻചാർജ് ജോയിന്റ് രജിസ്ട്രാർമാരായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻസ്പെക്ഷൻ സെക്ഷൻ അല്ലെ. ദെൻ അതേ ഇൻസ്പെക്ഷൻ സെക്ഷനിലെ ഡ്യൂട്ടി ആർക്കാണ്? ഇൻസ്പെക്ഷൻ സെക്ഷനിലെ ഡ്യൂട്ടി ആർക്കാണ്? 2 ഡെപ്യൂട്ടി രജിസ്ട്രാർമാർക്കാണ്. യെസ് അതാണ് ആ ചോദ്യം കണ്ട് വരുമ്പോഴേക്ക് ഉത്തരം വരണട്ടാ, ശ്രദ്ധിക്കുക. അപ്പോ അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഏരിയയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരുണ്ട്. അതിൽ ഒരാൾക്ക് ഇന്റർമീഡിയറ്റ് ഓഫീസറാണ് ICDP സെക്ഷനിൽ. 13 അസിസ്റ്റന്റ് രജിസ്ട്രാർമാരുണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെ കൂടാതെ ഒരു എഡിറ്റർ കം പ്രസ് റിലേഷൻ ഓഫീസർ ഉണ്ട്, പിന്നെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളിൽ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളിൽ ആരുണ്ട്? 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരും 23 കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരും ഉണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്റർ കേരളത്തിനകത്ത് 9 എണ്ണാണുള്ളത്. ഈ 9 ട്രെയിനിങ് സെന്ററിലും പ്രിൻസിപ്പൽമാരായി 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരുണ്ടായിരിക്കും. ബാക്കി 23 കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാര് അവരെവിടെയാണുള്ളത്? 23 കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരുള്ളത്. 23 കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാര് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ 9 ട്രെയിനിങ് സെന്ററുകളിൽ ലെക്ചേഴ്സ് ആയിട്ട്, അവിടുത്തെ ടീച്ചേഴ്സ് ആയിട്ട്, അവിടുത്തെ അധ്യാപകരായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് സ്ട്രക്ചർ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ളതാണ് ശരിക്കും കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് സെക്ഷൻ 70A അല്ലെ, സെക്ഷൻ 70A നമുക്ക് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അല്ലെ, സെക്ഷൻ 70A, സെക്ഷൻ 70A നമ്മൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്സ് നമുക്ക് കോപ്പറേറ്റീവ് ലോയിൽ വെച്ച് പഠിക്കാം. കാരണം കോപ്പറേറ്റീവ് ലോയിൽ വെച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സെക്ഷൻ 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് പറയാനുണ്ട്. കേരളത്തിലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന നോൺ മോണിറ്ററി ആയിട്ടുള്ള പണപരമല്ലാത്ത തർക്കങ്ങളെ കുറിച്ച് പരിഹാരം കാണുന്നതാണ് ആർബിട്രേഷൻ കോർട്ട് എന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. പിന്നെ കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ ഉണ്ട്, സെക്ഷൻ 80A അല്ലെ, സെക്ഷൻ 80A എന്ന് പറയുന്ന സെക്ഷൻ 81 കോപ്പറേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പറയുന്നുണ്ട്.
ഇതൊക്കെ നമുക്ക് കോപ്പറേറ്റീവ് ലോയിൽ വെച്ച് പറയാം. ഇപ്പൊ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാണ്, ഡിപ്പാർട്ട്മെന്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ ഹെഡ് ഓഫീസ് നമ്മൾ ഇത്രയും ഏരിയയിൽ വെച്ച് നിർത്തുകയാണ്. ഈ പറഞ്ഞ ഇത്രയും പോർഷൻസിൽ വെച്ച് നിർത്തുകയാണ്. നമ്മൾ കേരള ബാങ്കിന്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 22 സെക്ഷനും പഠിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇരുന്ന് പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്കതെല്ലാതെ തന്നെ ഒരുപാട് പഠിക്കാണ്ട്. അതുകൊണ്ട് തൽക്കാലം കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫീസിൽ നമ്മൾ തൽക്കാലം ഇത്രയും പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്ട്രിക്ട് ലെവലിലേക്ക് വരികയാണ്. ഹെഡ് ഓഫീസിൽ നിന്ന് മാറി ഡിസ്ട്രിക്റ്റിലേക്ക് വരികയാണ്. ഡിസ്ട്രിക്റ്റിൽ നിന്ന് താലൂക്ക് ലെവലിലേക്ക് വരും. ഇങ്ങനെ 2 സെക്ഷനും കൂടി 2 പാർട്ടും കൂടിയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. വൺസ് മോർ, ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് അതൊന്നും കൂടെ വ്യക്തമായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് RCS കുറിച്ചാണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് ആണ്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഗവൺമെന്റ് സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞു, ദെൻ കോപ്പറേറ്റീവ് മിനിസ്റ്ററെ കുറിച്ച് പറഞ്ഞു, CM കുറിച്ച് പറഞ്ഞു. മുഴുവൻ ക്ലാസ്സിലും സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ മുഴുവൻ ക്ലാസ്സിലും പ്രസന്റ് ആയിരുന്ന ആളുകൾക്കാണ് ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം പെട്ടെന്ന് ക്യാപ്ചർ ആവും. അല്ലാത്ത ആളുകൾക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള ടോപ്പിക്സ് വരുന്നുണ്ട്. തൽക്കാലം ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കുക. സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് RCS ആണ്. നമ്മളെല്ലാവരും പഠിച്ച കാര്യമാണ് അല്ലെ. ഇനി ഇതില്ലെങ്കിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുക, കോപ്പറേറ്റീവ് സ്ട്രക്ചറിന്റെ ഹെഡ് എന്ന് പറയുന്നത്, സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്ന് പറയുന്നത് RCS ആണ്. ഈ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 1 അല്ലെ, സെക്ഷൻ 3 സബ്സെക്ഷൻ 2, 3 ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. അപ്പോൾ ഈ RCSനുമായി കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. നമ്മൾ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഗവൺമെന്റ് സെക്രട്ടറിയെ പരിചയപ്പെട്ടു, മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷനെ പരിചയപ്പെട്ടു. അതിനുശേഷം നമ്മൾ RCSന്റെ താഴത്ത് 22 സെക്ഷനുകൾ ഉണ്ട്. 22 സെക്ഷനുകളിലാണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എൻറ്റയർ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ 22 സെക്ഷനുകളിൽ 21 സെക്ഷനും 22 സെക്ഷനുകളിൽ 21 സെക്ഷനും അഡ്മിനിസ്ട്രേഷൻ വിങ്ങും 22ാമത്തെ സെക്ഷൻ ആയിട്ടുള്ള ഓഡിറ്റിംഗ് നമ്മൾ ഓഡിറ്റ് വിങ്ങിലുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഓരോ സെക്ഷനുകൾ എന്നുള്ള രീതിയിൽ ഓരോ സെക്ഷനുകൾ അഥവാ RCSന്റെ കീഴിൽ 4 അഡീഷണൽ രജിസ്ട്രാർമാര്, 2 ജോയിന്റ് രജിസ്ട്രാർമാര്, അതേപോലെ 7 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരുണ്ട്, 13 അസിസ്റ്റന്റ് രജിസ്ട്രാർമാരുണ്ട്, 1 ലോ ഓഫീസർ ഉണ്ട്, 1 ഫിനാൻസ് ഓഫീസർ ഉണ്ട്, 1 റിസർച്ച് ഓഫീസർ ഉണ്ട്, 1 പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ട്. ഇങ്ങനെ കുറെ ആളുകളെ നമ്മൾ അതിനകത്ത് പരിചയപ്പെടും. ഓഡിറ്റ് വിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറഞ്ഞ് നമ്മൾ DCA ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ പരിചയപ്പെട്ടു. ആ ഓഡിറ്റ് വിങ്ങിനകത്ത് DCAക്ക് ശേഷം 1 അഡീഷണൽ ഡയറക്ടറും, 1 ജോയിന്റ് ഡയറക്ടറും, 1 ഡെപ്യൂട്ടി ഡയറക്ടറും, 1 അസിസ്റ്റന്റ് ഡയറക്ടറും, അത് കഴിഞ്ഞ് കുറച്ച് 7 ഓഡിറ്റേഴ്സും ആണുള്ളത് എന്ന് പറഞ്ഞു അല്ലെ. ദെൻ അതിനുശേഷം നമ്മൾ കോപ്പറേറ്റീവ് വിജിലൻസിനെ പരിചയപ്പെട്ടു. കോപ്പറേറ്റീവ് വിജിലൻസിൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, കോപ്പറേറ്റീവ് വിജിലൻസിന്റെ ഓഫീസ് ഇൻചാർജ് എന്ന് പറയുന്നത് ജോയിന്റ് രജിസ്ട്രാർക്കാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് കോപ്പറേറ്റീവ് വിജിലൻസിന്റെ ഹെഡ് എന്ന് പറയുന്നത് DIG ആണ്. അദ്ദേഹത്തെ LPN 3 DYSPമാരുണ്ട്, 3 സർക്കിൾ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, പിന്നെ കുറച്ച് പോലീസ് കോൺസ്റ്റബിൾസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. 3 സോണൽ ഓഫീസുകൾ കോപ്പറേറ്റീവ് വിജിലൻസിനുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ദെൻ സെക്ഷൻ 68A എന്തിനെ കുറിച്ച് പറയുന്നത്, കോപ്പറേറ്റീവ് വിജിലൻസിനെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ കോപ്പറേറ്റീവ് വിജിലൻസിന് ശേഷം നമ്മൾ എവിടെക്കാ പോയത്, കോപ്പറേറ്റീവ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇൻസ്പെക്ഷൻ സെക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇൻസ്പെക്ഷൻ സെക്ഷനിൽ 2 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ അപെക്സ്, സെൻട്രൽ, അർബൻ ബാങ്കുകളും ഇതൊഴികെ ബാക്കിയുള്ള സൊസൈറ്റികൾ ഇൻസ്പെക്ഷൻ ചെയ്യലാണ് ഒരു ടീം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിനുശേഷം നമ്മൾ പിന്നീട് വന്നത് എങ്ങോട്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതിനുശേഷം പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ സഹകരണ വീതി ഉണ്ട്, അതേപോലെ തന്നെ മന്ത്ലി പബ്ലിക്കേഷൻ ആണ്, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനാണ് ആ പബ്ലിക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഇന്നത്തെ ക്ലാസ്സിലാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പിന്നെ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു,
കോപ്പറേറ്റീവിന് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ കയ്യിൽ 9 കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകൾ ഉണ്ട്. ഈ 9 ട്രെയിനിങ് സെന്ററുകളിലും HDC JDC കോഴ്സുകളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിനിങ് സെന്ററുകളിൽ 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരും പ്രിൻസിപ്പൽമാരാണ് അല്ലെ. പ്രിൻസിപ്പൽമാരായിട്ടാണ് കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററിലെ പ്രിൻസിപ്പൽമാരാണ്. 23 കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരുണ്ട്. ഈ 23 കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരും അവിടുത്തെ എന്താണ് ലെക്ചേഴ്സ് ആണ് അഥവാ ടീച്ചേഴ്സ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയും പോർഷൻ ആണ് നമുക്ക് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും പോർഷനാണ്. ഇനി നമുക്ക് ഇതിന്റെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് 14 ഡിസ്ട്രിക്റ്റുകളിലും ഡിസ്ട്രിക്ട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഡിസ്ട്രിക്ട് ഓഫീസുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആ ഡിസ്ട്രിക്ട് ഓഫീസിന് ശേഷം നമുക്ക് പരിചയപ്പെടാനുള്ളത് 78 താലൂക്കുകളിൽ താലൂക്ക് ലെവൽ ഓഫീസുകൾ ആർക്കുണ്ട്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അഥവാ നമുക്കിനി ഡിസ്ട്രിക്ട് ഓഫീസുകളും താലൂക്ക് ഓഫീസുകളാണ് പരിചയപ്പെടാനുള്ളത്. ആ ഡിസ്ട്രിക്ട് ഓഫീസും താലൂക്ക് ഓഫീസും ഒക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നുള്ളത് ആദ്യം എനിക്ക് അറിയണം. ഇതുവരെ എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്ന ആളുകൾ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്ട് ഓഫീസിലേക്ക് അതിനുശേഷം താലൂക്ക് ഓഫീസുകളിലേക്ക് പോവാം. നൗ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അതിൽ അറിയാതെ അല്ലെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാതെ ഞാൻ ഡിസ്ട്രിക്ട് ഓഫീസിലേക്കോ താലൂക്ക് ഓഫീസിലേക്കോ പോയി കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമാണ്. 22 സെക്ഷനുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ 22 സെക്ഷന്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. പക്ഷെ അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. കാരണം ഈ 22 സെക്ഷനും നമുക്ക് എന്തില്ല, എക്സാമിന് ചോദിക്കുന്നില്ല. എക്സാമിൽ നമുക്ക് പഠിക്കാൻ നമ്മളെ ടെക്സ്റ്റ് ബുക്കുകളിൽ HDCയുടെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും JDCയുടെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ഇനി ക്വസ്റ്റ്യൻ പേപ്പറുകളിലാണെങ്കിലും നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റാണ്. അപ്പൊ നമ്മൾ അതിനപ്പുറത്തേക്ക് പോണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് 22 സെക്ഷൻ്റെ പേര് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 സെക്ഷൻ ഞാൻ വായിച്ചു തരും. അതിൽ ഓൾറെഡി ഒരു 10-11 സെക്ഷൻ, ഏകദേശം ഒരു 12ഓളം സെക്ഷൻ നമ്മൾ തന്നെ ഇപ്പൊ പറഞ്ഞു. ഈ പറഞ്ഞ ഓരോ സെക്ഷനുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. സ്ട്രക്ചർ ഓഫ് ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ തിരുവനന്തപുരം ജവഹർ ഭവനിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, അതായത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് RCSന്റെ ഓഫീസാണ്. ഈ RCS ഓഫീസിന് കീഴിൽ എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? 14 ഡിസ്ട്രിക്ട് ഓഫീസുകളും 78 താലൂക്ക് ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അതിലേക്കാണ് നമുക്ക് വരാനുള്ളത്. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമ്മളൊരു മനസ്സിലൊരു സംതൃപ്തി ഉണ്ടല്ലോ, അതിനു വേണ്ടി ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ ശരിക്കും ആവശ്യമില്ല, നിങ്ങൾക്കത് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും പെട്ടെന്ന് ഷോർട്ടായിട്ട് പെട്ടെന്ന് ഞാൻ വേഗത്തിൽ ഒന്നും കൂടെ ഞാൻ ഓടിച്ചു പോവാം. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ട്രക്ചർ, ആ സ്ട്രക്ചറിലെ ഹെഡ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ജവഹർ ഭവനാണ്. അവിടെ RCS ഓഫീസ് ഉണ്ട്. ഈ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ ഓഫീസ്, അതാണ് ഈ RCS ഓഫീസ് എന്ന് പറയുന്നത്. ഈ RCS ഓഫീസാണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. അവിടുത്തെ തലവൻ എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് ആണ്. ആ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ കീഴിൽ 22 സെക്ഷനുകളിലാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് 22 സെക്ഷനുകളിലാണ്. അതിൽ ഒരു സെക്ഷനാണ് എന്ത്, ക്രെഡിറ്റ് വിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെക്ഷൻ. ഈ ക്രെഡിറ്റ് സെക്ഷന്റെ ഇൻചാർജ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ രജിസ്ട്രാർക്കാണ്. പിന്നെയുള്ള ഒരു സെക്ഷനാണ് കൺസ്യൂമർ സെക്ഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ വിങ്. ഈ കൺസ്യൂമർ വിങ്ങിന്റെ ഇൻചാർജ് ഒരു അഡീഷണൽ രജിസ്ട്രാർക്കാണ്. പിന്നെയുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നതാണ് ഇത് കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ആൻഡ് ICDP. കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഇൻചാർജ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ രജിസ്ട്രാർക്കാണ്. ICDPയുടെ ഇൻചാർജും ഒരു അഡീഷണൽ രജിസ്ട്രാർക്കാണ്. കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ലീഡ് ചെയ്യാൻ വേണ്ടി ഒരു എഡിറ്റർ കം പ്രസ് റിലേഷൻ ഓഫീസർ ഉണ്ട്. പിന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പബ്ലിസിറ്റി, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ. അതിന്റെ ആ സെക്ഷന്റെ ഇൻചാർജും ഒരു അഡീഷണൽ രജിസ്ട്രാർക്കാണ്. പിന്നെയുള്ള ഒരു സെക്ഷനാണ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന സെക്ഷൻ. മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് എന്നുള്ള സെക്ഷന്റെ ഇൻചാർജ് ഒരു ജോയിന്റ് രജിസ്ട്രാർക്കാണ്. പിന്നെയുള്ള ഒരു സെക്ഷനാണ് ഇത് SC/ST സൊസൈറ്റീസ്. ഈ SC/ST സൊസൈറ്റീസ് എന്ന് പറയുന്ന സെക്ഷന്റെ ഇൻചാർജ് ഒരു ജോയിന്റ് രജിസ്ട്രാർക്കാണ്. ഓക്കെ, അതിനുശേഷം പിന്നെ വരുന്ന ഒരു സെക്ഷനാണ് ഓഡിറ്റ് സെക്ഷൻ.
ഓഡിറ്റ് സെക്ഷന്റെ ഇൻചാർജ് എന്ന് പറയുന്നത് DCA, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർക്കാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ എന്തുണ്ട്? ഒരു അഡീഷണൽ ഡയറക്ടറും, ഒരു ജോയിന്റ് ഡയറക്ടറും, ഒരു ഡെപ്യൂട്ടി ഡയറക്ടറും, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും, പിന്നെ കുറച്ച് 7 ഓഡിറ്റേഴ്സും ഉണ്ട്. പിന്നെ അടുത്തൊരു സെക്ഷനാണ് വിജിലൻസ് എന്ന് പറയുന്ന സെക്ഷൻ. വിജിലൻസ് സെക്ഷന്റെ ഇൻചാർജ്, ഓഫീസ് ഇൻചാർജ് ഒരു ജോയിന്റ് രജിസ്ട്രാർക്കാണ്. വിജിലൻസ് ഓഫീസറായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് ഒരു DIG ആണ്. അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ 3 ഡിവൈഎസ്പിമാരും 3 സർക്കിൾ ഇൻസ്പെക്ടർമാരും അതുപോലെ തന്നെ കുറച്ച് പോലീസ് കോൺസ്റ്റബിൾസും ഉണ്ട്. ദെൻ ആലപ്പി, തൃശൂർ, കണ്ണൂർ ഈ പറയുന്ന സ്ഥലങ്ങളിൽ അവർക്ക് എന്തുണ്ട്? സോണൽ ഓഫീസുകളും ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് ഒരു ഇൻസ്പെക്ഷൻ സെക്ഷൻ. ഇൻസ്പെക്ഷൻ സെക്ഷന്റെ ഇൻചാർജ് എന്ന് പറയുന്നത് ഡെപ്യൂട്ടി രജിസ്ട്രാർമാർക്കാണ്. ഈ 2 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരാണ് അതിലുള്ളത്. അതിൽ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ സെൻട്രൽ, അപ്പെക്സ് ആൻഡ് അർബൻ, ഈ അർബൻ ബാങ്ക് ഈ പറയുന്ന 3 കോപ്പറേറ്റീവ് സൊസൈറ്റികളിലാണ് ആര് ഇൻസ്പെക്ഷൻ നടത്തുക? ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ. പിന്നെ ഒരു ഡെപ്യൂട്ടി, 2 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരാണ് ഇൻസ്പെക്ഷൻ സെക്ഷനിലുള്ളത്. അതിൽ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഈ പറഞ്ഞ സെൻട്രലും അപ്പെക്സും അർബൻ ബാങ്കും ഒഴിവാക്കിയിട്ട് ബാക്കി സൊസൈറ്റികളിലാണ് എന്ത് ചെയ്യുക? ഇൻസ്പെക്ഷൻ നടത്തുക. പിന്നെയുള്ള ഒരു സെക്ഷനാണ് ഫിനാൻസ് എന്ന് പറയുന്ന സെക്ഷൻ. ഫിനാൻസ് സെക്ഷനിൽ ഒരു ഫിനാൻസ് ഓഫീസറാണ്. അയാള് ഗവൺമെന്റിന്റെ സെക്രട്ടേറിയറ്റ് ഓഫീസിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആളാണ്. പിന്നുള്ളത് ഒരു ലോ സെക്ഷനാണ്. ലോ സെക്ഷൻ എന്ന് പറയുന്ന സെക്ഷനകത്ത് ലോ ഓഫീസറാണ്. അയാളും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലാണ് വരുന്നത്. പിന്നുള്ളത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് സെക്ഷനാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് സെക്ഷനിൽ റിസർച്ച് ഓഫീസർ, അതായത് റിസർച്ച് ഓഫീസർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും സെക്ഷനുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവരെ കൂടാതെ ആ സെക്ഷൻ ഓഫീസുകളിൽ, അതായത് ഈ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിൽ 13 അസിസ്റ്റന്റ് രജിസ്ട്രാർമാരും അതേപോലെ തന്നെ 7 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരും ഉണ്ട്. ഒരു പേഴ്സണൽ അസിസ്റ്റന്റും ഉണ്ട്. അതിൽ പേഴ്സണൽ അസിസ്റ്റന്റ് പിന്നെ രജിസ്ട്രാർ കൂടെ അങ്ങനെ പോയി. പിന്നെ ഉള്ളത് 13 അസിസ്റ്റന്റ് രജിസ്ട്രാർമാരും അതേപോലെ തന്നെ പിന്നെ ആരുള്ളത്? ഒരു 7 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരാണ്. 7 ഡെപ്യൂട്ടി രജിസ്ട്രാർ ഒരാളെ ഡ്യൂട്ടി ICDP-യിലെ ഇന്റർമീഡിയറ്ററി ഓഫീസറായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ദെൻ ഇത് കൂടാതെ കുറച്ച് 9 ഡെപ്യൂട്ടി രജിസ്ട്രാർമാര് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററുകളിൽ പ്രിൻസിപ്പൽമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 23 കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ ലെക്ചേഴ്സ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കേരളത്തിൽ 9 ട്രെയിനിങ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. സ്വാഭാവികമായിട്ടും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റുമായി അടുത്ത് വരുന്ന ഒരു ഓപ്ഷനാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടാതെ പിന്നെയുള്ള സെക്ഷനാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് സെക്ഷൻ 70A പറയുന്നത്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലുള്ളത്. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്, നമുക്ക് അവിടെ വെച്ച് പഠിക്കാം. കോപ്പറേറ്റീവ് ലോയിൽ നമുക്ക് സെക്ഷൻ 70A വരുന്നുണ്ട്, അവിടെ വെച്ച് പഠിക്കാം. പിന്നെ വരുന്നതാണ് സെക്ഷൻ 81, അതായത് കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ ഓർ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഓപ്ഷൻ. അതും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഒരു ഡിസ്ട്രിക്ട് ജഡ്ജാണ്, അയാളെ ക്വാളിഫിക്കേഷൻ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമ്മൾ ഇവിടെ വെച്ച് പഠിക്കുന്നില്ല, പകരം നമുക്ക് എവിടുന്ന് പഠിക്കാം? നമുക്ക് എന്തായാലും കോപ്പറേറ്റീവ് ലോയിൽ ഈ ഒരു സെക്ഷൻ തന്നെ പഠിക്കാനുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനുകളാണ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം? കോപ്പറേറ്റീവ് ലോയിലെ 110 സെക്ഷനുകളും 201 റൂൾസും നമുക്ക് പഠിക്കാനുള്ളതാണ്. അവിടെ വെച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇത്രയാണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫീസിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. റെഡി ആണോ? അതല്ല റെഡി അല്ല. നിങ്ങൾക്ക് 2 രീതിയിലും പറയാം കേട്ടോ. ഏതെങ്കിലും പോർഷൻ ക്ലിയർ, ഞാനിത് നിങ്ങൾക്ക് പറയുന്ന പോലെ ക്ലിയർ ആവുന്നവരെ നമ്മൾ എടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതെല്ലാം ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ മിസ്സായിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ എന്തുണ്ടാവും? പ്രശ്നമായിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ ഈ 22 സെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇതേ ഒരു സെക്ഷൻ എന്തല്ല, ഒരു സെക്ഷൻ ഇതാണ് ക്രെഡിറ്റ് വിങ് ആണെന്ന് പറഞ്ഞിട്ട് അതിൽ അഡീഷണൽ രജിസ്ട്രാർ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാം നമ്മൾ ക്ലാസ് എടുത്തത്. പകരം നമ്മൾ അത് എങ്ങനെ ക്ലാസ് കൊണ്ടുപോയത്? RCSന്റെ കീഴിൽ 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്. ആ 4 അഡീഷണൽമാരും ഡ്യൂട്ടി പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? 2 ജോയിന്റ് രജിസ്ട്രാർമാരുണ്ട്, അവരെ ഡ്യൂട്ടി പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ? ഫിനാൻസ് ഓഫീസർ ഉണ്ട്, ലോ ഓഫീസർ ഉണ്ട്. ഞാനിപ്പോ നിങ്ങൾക്ക് ഇതൊക്കെ ഓരോ സെക്ഷനാണ്, ഇതൊക്കെ ഓരോ സെക്ഷനുകളാണെന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് അത് സെക്ഷൻ ആണെന്ന് പിടുത്തം കിട്ടുന്നുള്ളൂ. അതുവരെ നമ്മൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ രജിസ്ട്രാർ കീഴിൽ ഇത്രയും ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് നമ്മളത് പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളും നമ്മളെ ഗൈഡൻസുകളും അതേപോലെ തന്നെ എല്ലാ ഓപ്ഷനും നമ്മളോട് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥ പിക്ചർ ഇപ്പൊ ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞില്ല, ഈ രീതിയാണ്. എങ്ങനെ? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ കീഴിൽ 22 സെക്ഷൻ ഉണ്ട്. അതിൽ ഒരു സെക്ഷനാണ് ക്രെഡിറ്റ് വിങ് എന്ന് പറയുന്നത്.
ഈ ക്രെഡിറ്റ് വിങ്ങില് എന്തുണ്ട്? ക്രെഡിറ്റ് വിങ്ങില് ഒരു അഡീഷണൽ രജിസ്ട്രാർക്കാണ് ഇൻചാർജ്. പിന്നെ ഉള്ളത് ഏതാ? പിന്നെയാണ് നമ്മൾ പറഞ്ഞ കൺസ്യൂമർ വിങ്, അവിടെയും ഒരു അഡീഷണൽ രജിസ്ട്രാർ ആണ്. പിന്നെ ഉള്ളത് ഏതാണ്? അതാണ് കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ ആൻഡ് ICDP, അവിടെ ഒരു അഡീഷണൽ രജിസ്ട്രാർക്ക് ഇൻചാർജ് ഉണ്ട്. പിന്നെ ഏതാണ്? പബ്ലിസിറ്റി ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, അവിടെ ഒരു അഡീഷണൽ രജിസ്ട്രാർക്ക് ഇൻചാർജ് ഉണ്ട്. പിന്നെ ഏതാണ്? മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ്. അവിടെ എന്താണ്? മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനും പ്രോസസിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണെങ്കിലും രണ്ട് സെക്ഷനായി അവിടെ. ജോയിന്റ് രജിസ്ട്രാർ ആണ് അവിടെ, ഒരു ജോയിന്റ് രജിസ്ട്രാർക്കാണ് ഇതിന്റെ രണ്ടിന്റെ ഡ്യൂട്ടി കൊടുത്തിട്ടുള്ളത്. തന്നെ പിന്നെ ഏതാണ്? SC/ST ആണ്, അവിടെ ഒരു ജോയിന്റ് രജിസ്ട്രാർ ആണ്. പിന്നെ ഫിനാൻസ് സെക്ഷൻ ആണ്, അവിടെ ഒരു ഫിനാൻസ് ഓഫീസർ ഉണ്ട്. പിന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, അവിടെ റിസർച്ച് ഓഫീസർ ഉണ്ട്. ലോ സെക്ഷൻ ആണ്, അവിടെ ലോ ഓഫീസർ ഉണ്ട്. അങ്ങനെ ഞാൻ ഓരോ സെക്ഷനും പറഞ്ഞു പോയിരുന്നെങ്കിൽ ഞാൻ പിന്നെ വേറെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടിയിരുന്നു? RCSന്റെ കീഴിൽ 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്, 2 ജോയിന്റ് രജിസ്ട്രാർമാരുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പിന്നെ ഒരിക്കലും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ഈ സെക്ഷൻ ബൈ സെക്ഷൻ പറയാതെ ആദ്യം എന്ത് പറഞ്ഞത്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് എന്താണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ ഓഫീസാണ്. അയാളെ കീഴിൽ 4 അഡീഷണൽ രജിസ്ട്രാർമാരുണ്ട്, 2 ജോയിന്റ് രജിസ്ട്രാർമാരുണ്ട്, പിന്നെ എന്തുണ്ട്? 13 അസിസ്റ്റന്റ് രജിസ്ട്രാർമാരുണ്ട്, 7 ഡെപ്യൂട്ടി രജിസ്ട്രാർമാരുണ്ട്. അത് ക്ലാസിന്റെ ഒരു ഒഴുക്കിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇതിന്റെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്ത് മാത്രമേ ഉള്ളൂ? നിങ്ങളെ പഠിപ്പിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ഉദ്ദേശം. നിങ്ങൾക്ക് ഈ മാറ്ററിനെ പഠിപ്പിച്ചേരണം, നിങ്ങളെ ബ്രെയിനിലേക്ക് അതങ്ങോട്ട് സെറ്റ് ആക്കണം, അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അത് നിങ്ങൾക്ക് ഓക്കെ ആവുന്നവരെ നമ്മൾ ക്ലാസ് എടുക്കും. ഓക്കെ, നൗ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞാണ് ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസുകളാണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്ത് RCSന്റെ ഓഫീസ് ആണെങ്കിൽ 16,256 സൊസൈറ്റികൾ അല്ലെ കേരളത്തിനകത്തുണ്ട്. 16,256 സൊസൈറ്റികൾ, അതിൽ 4,148 ക്രെഡിറ്റ് സൊസൈറ്റികളുണ്ട്. ഈ പറയുന്ന സൊസൈറ്റികളെ ജസ്റ്റ് ഒരു ഹെഡ് ഓഫീസ് കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂല? മോണിറ്റർ ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും കഴിയൂല. അതുകൊണ്ട് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസുകളുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് എന്തുണ്ട്? ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസുകളുണ്ട്. 14 ജില്ലയിലുണ്ട്. 14 ജില്ലകളിലും ഈ 14 ജില്ലകളിലെയും ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസിന്റെ ഇൻചാർജ് എന്ന് പറയുന്നത് ഒരു ജോയിന്റ് രജിസ്ട്രാർക്കായിരിക്കും. ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത പോയിന്റാണ് ഇപ്പൊ ഞാനീ പറഞ്ഞത്. ഞാനീ പറയുന്ന മുഴുവൻ എക്സാം ആട്ടോ, എൻ്റെ മൈൻഡ് ഫുള്ള് കിടക്കുന്ന എക്സാം. നിങ്ങൾ എക്സാമിന് പാസ്സാക്കുക, ഇതാണ് എൻ്റെ ഡ്യൂട്ടി, അതാണ് ഞാൻ ഏറ്റെടുത്തുള്ള ഡ്യൂട്ടി. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത്. ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് പോയിന്റ് ആണ് ഇത്. 14 ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് ഇൻചാർജ് എന്ന് പറയുന്നത്, ഓരോ ഡിസ്ട്രിക്ട് ഓഫീസിന്റെയും ഡിസ്ട്രിക്ട് ഇൻചാർജ് എന്ന് പറയുന്നത് ജോയിന്റ് രജിസ്ട്രാർക്കാണ്. JR ഓഫീസ് എന്ന് പറയും. അല്ലല്ലോ, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ 14 ഡിസ്ട്രിക്റ്റിലെയും ഡിസ്ട്രിക്ട് ഓഫീസുകളെ JR ഓഫീസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ്. ഒരിക്കലും എന്ത് പറയില്ല, കാസർഗോഡ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ്, അതല്ലെങ്കിൽ എറണാകുളം കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസ്ട്രിക്ട് ഓഫീസ്, അതല്ലെങ്കിൽ ആലപ്പുഴ, അതല്ലെങ്കിൽ പാലക്കാട് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ്, അങ്ങനെ ഒരിക്കലും പറയില്ല. ഡിസ്ട്രിക്ട് ഓഫീസ് എന്നല്ല പറയാം. പകരം അത് അറിയപ്പെടുന്ന എങ്ങനെയാണ്? JR ഓഫീസ്. നീ എവിടേക്കാടാ പോണോ? ഞാൻ പാലക്കാട് JR ഓഫീസ് പോവാണ്. ഈ എങ്ങോട്ടാ പോണോ? ഞാൻ കോഴിക്കോട് JR ഓഫീസ് പോവാണ്. ഈ എങ്ങോട്ടാ പോണോ? ഞാൻ ഇടുക്കിയിലെ JR ഓഫീസ് പോവാണ്. അഥവാ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ 14 ജില്ലകളിലുമുള്ള ഡിസ്ട്രിക്ട് ഓഫീസുകളുടെ ഇൻചാർജ് എന്ന് പറയുന്നത്, ഡിസ്ട്രിക്ട് ഓഫീസുകളുടെ ഹെഡ് എന്ന് പറയുന്നത് ജോയിന്റ് രജിസ്ട്രാർമാരാണ്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് ഓഫീസ് എന്ന് അറിയപ്പെടാറില്ല, പകരം JR ഓഫീസ് എന്നാണ് അറിയപ്പെടുക. JR ഓഫീസ്. ഇനി കേരള ബാങ്കിലൊക്കെ ജോലി കിട്ടിയിട്ടേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോകുമ്പോ എവിടെ പോണ്ടി വരും? എടാ JR ഓഫീസ് പോയിക്കോന്നാ പറയാം. അപ്പൊ എന്ത് ഈ JR ഓഫീസ് ആണ് ഇങ്ങനെ എന്ന് പറയരുത്. JR ഓഫീസ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസ്ട്രിക്ട് ഓഫീസുകളാണ് JR ഓഫീസ് എന്ന് പറയാം. ജോയിന്റ് രജിസ്ട്രാർമാരുടെ ഓഫീസ്.
അഥവാ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റില് ഡിസ്ട്രിക്ട് ലെവലില് എല്ലാം ഹെഡ് ആയിട്ടിരിക്കുന്നത് ജോയിന്റ് രജിസ്ട്രാർമാരായിരിക്കും. ഡിസ്ട്രിക്ട് ഓഫീസുകളിൽ ഒരിക്കലും ആരെ കാണാൻ കഴിയൂല? അഡീഷണൽ രജിസ്ട്രാർമാരെ കാണാൻ കഴിയില്ല. ഹലോ ഹലോ ഹലോ, ഡിസ്ട്രിക്ട് ഓഫീസുകളിൽ ആരെ കാണൂല? അഡീഷണൽ രജിസ്ട്രാർമാരെ കാണാൻ കഴിയൂല. ഡിസ്ട്രിക്ട് ഓഫീസുകളിൽ എല്ലാം തന്നെ ആരായിരിക്കും? ജോയിന്റ് രജിസ്ട്രാർമാരായിരിക്കും. ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഏത് പദവിയിലുള്ള ആൾക്കാരായിരിക്കും? ജോയിന്റ് രജിസ്ട്രാർ പദവിയിലുള്ള ആളുകളായിരിക്കും. സോ ഡിസ്ട്രിക്ട് ഓഫീസിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാ സവിത? ഡിസ്ട്രിക്ട് ഓഫീസിന്റെ ഹെഡ് ആരായിരിക്കും? ജോയിന്റ് രജിസ്ട്രാർമാരായിരിക്കും. ഇനിയിപ്പോ ഞാൻ സവിതയുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, സവിത പറഞ്ഞോളൂ വിചാരിച്ചിരിക്കേണ്ട. ആൻസർ അറിയുന്നവരൊക്കെ വിളിച്ചു പറഞ്ഞു കേട്ടോ. ആ ഒരു പഞ്ചിലിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഡിസ്ട്രിക്ട് ഓഫീസുകളുടെ ഇൻചാർജ് എന്ന് പറയുന്നത് ജോയിന്റ് രജിസ്ട്രാർമാരായിരിക്കും. 14 ജില്ലകളിലും എന്തുണ്ട്? ജോയിന്റ് രജിസ്ട്രാർമാരുണ്ട്, അഥവാ JR ഓഫീസുകളുണ്ട്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസുകൾ JR ഓഫീസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതിന്റെ കാരണം ജോയിന്റ് രജിസ്ട്രാർമാർക്കാണ് അതിന്റെ ഇൻചാർജ്. ജോയിന്റ് രജിസ്ട്രാർമാർക്കാണ് അതിന്റെയൊക്കെ ഓഫീസ് ഇൻചാർജ് എന്ന് പറയുന്നത്. അതാണ് JR ഓഫീസ് എന്ന് പറയുന്നത്. 14 ജില്ലയിലുണ്ട്. അല്ല സാറേ, അപ്പൊ അതന്നെ ഏത് 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 ശ്രദ്ധിച്ചോ? അടുത്ത് പറയാൻ പോകുന്ന പോയിന്റ് ശ്രദ്ധിച്ചോ? അല്ല സാറേ, നമ്മള് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ ഓഫീസിൽ 2 വിങ് ഉണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ വിങ്ങും ഓഡിറ്റ് വിങ്ങും. ഇത് യെസ്, ഓഡിറ്റ് വിങ്. ഇതേ സെക്ഷൻ ഡിസ്ട്രിക്ട് ലെവലിൽ ഉണ്ടാവില്ലേ? ഉണ്ട്. കാരണം എന്താ? ഡിസ്ട്രിക്ട് ലെവലിലുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതോടൊപ്പം എന്തും ചെയ്യണം? ഓഡിറ്റിങ്ങും ചെയ്യണം. ഹലോ ഹലോ, അതുകൊണ്ട് ഡിസ്ട്രിക്ട് ലെവലില് 2 വിങ്ങുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ഓഡിറ്റ് വിങ്ങും മറ്റൊന്ന് അഡ്മിനിസ്ട്രേഷൻ വിങ്ങും. നേരത്തെ നമ്മൾ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ കീഴിൽ പറഞ്ഞ പോലെ തന്നെ മൊത്തം സെക്ഷനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു അല്ലെ? അഡ്മിനിസ്ട്രേഷൻ വിങ് എന്നും ഓഡിറ്റ് വിങ് എന്നും. ഇതേ കൺസെപ്റ്റ് എവിടെ വരുന്നുണ്ട്? ഡിസ്ട്രിക്ട് ഓഫീസുകളിലും വരുന്നുണ്ട്. ഡിസ്ട്രിക്ട് ഓഫീസുകളിലും 2 വിങ്ങുകളായിട്ടാണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ വിങ് എന്നും മറ്റൊന്ന് ഓഡിറ്റ് വിങ്. ഡിസ്ട്രിക്ട് ലെവലില് ഇവിടെ ശ്രദ്ധി ഡിസ്ട്രിക്ട് ലെവലില് ഓഡിറ്റ് വിങ്ങിന്റെ ഡിസ്ട്രിക്ട് വിങ്ങിലെ ഓഡിറ്റ് വിങ്ങിന്റെ ഇൻചാർജ് ജോയിന്റ് ഡയറക്ടർക്കാണ്. ആർക്കാണ്? ജോയിന്റ് ഡയറക്ടർക്കാണ് എന്തിന്റെ ഡ്യൂട്ടി? ഓഡിറ്റിങ്ങിന്റെ ഡ്യൂട്ടി. അപ്പൊ നമ്മളെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് നമ്മൾ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. 22 സെക്ഷനുകളിൽ 21 സെക്ഷനും അഡ്മിനിസ്ട്രേഷൻ വിങ്ങിലും 1 സെക്ഷൻ ഓഡിറ്റ് എന്നുള്ള സെക്ഷൻ മാത്രം ഓഡിറ്റ് വിങ്ങിലും തിരിച്ചിരുന്നു. ഇതേ ക്ലാസിഫിക്കേഷൻ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഓഫീസുകളിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് ഓഫീസുകളില് 2 വിങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ വിങ് എന്നും മറ്റൊന്ന് ഓഡിറ്റ് വിങ് എന്നും. അഡ്മിനിസ്ട്രേഷൻ വിങ് എന്ന് പറയുന്നത് ജോയിന്റ് രജിസ്ട്രാറുടെ കൺട്രോളിലും ഓഡിറ്റ് വിങ് എന്ന് പറയുന്നത് ജോയിന്റ് ഡയറക്ടറുടെ കൺട്രോളിലുമായിരിക്കും. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ ശ്രുതി? ഞാൻ ആ ഓപ്ഷൻ ഉദ്ദേശിച്ചത് എന്താ മനസ്സിലായോ? പറഞ്ഞോളൂ, എന്താണ്? ഡിസ്ട്രിക്ട് ലെവലിൽ നമ്മളിപ്പോ സ്റ്റേറ്റിൽ മൊത്തത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലും 2ആയിട്ട് സബായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓഡിറ്റ് വിങ്ങും പിന്നെ അഡ്മിനിസ്ട്രേഷനും. ആ ഓഡിറ്റ് വിങ്ങിന്റെ ഹെഡായിട്ട് വരുന്നത് ജോയിന്റ് ഡയറക്ടറും അഡ്മിനിസ്ട്രേഷന്റെ ഹെഡായിട്ട് വരുന്നത് ജോയിന്റ് രജിസ്ട്രാറും ആണ് വരുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്സ്. ഡിസ്ട്രിക്ട് ഓഫീസുകള് JR ഓഫീസ് എന്നുള്ള പേരിൽ അറിയപ്പെടും. 2 ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ 2 വിങ്ങുകൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ വിങ് എന്ന് പറയും, മറ്റൊന്ന് ഓഡിറ്റ് വിങ് എന്ന് പറയും. ഓഡിറ്റ് വിങ്ങിന്റെ ഇൻചാർജ് ജോയിന്റ് ഡയറക്ടർമാർക്കും അഡ്മിനിസ്ട്രേഷൻ വിങ്ങിന്റെ ഡ്യൂട്ടി ജോയിന്റ് രജിസ്ട്രാർക്കുമായിരിക്കും. ഇനി നമ്മൾ അഡ്മിനിസ്ട്രേഷൻ വിങ് മാത്രം എടുക്കുക. അഡ്മിനിസ്ട്രേഷൻ വിങ് മാത്രം എടുക്കുമ്പോൾ ഹെഡായിട്ട് ഡിസ്ട്രിക്ട് ലെവൽ ഹെഡായിട്ട് ഡിസ്ട്രിക്ട് ലെവൽ ഇൻചാർജ് ഓഫീസ് ഇൻചാർജ് ആയിട്ട് അല്ലെങ്കിൽ ഓഫീസ് ഹെഡായിട്ട് ആരുണ്ടാവും? ജോയിന്റ് രജിസ്ട്രാർ ഉണ്ടാവും. ജോയിന്റ് രജിസ്ട്രാറുടെ താഴെ ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ പ്രവർത്തിക്കുന്നുണ്ടാവും. ആ ഡെപ്യൂട്ടി രജിസ്ട്രാർമാരുടെ താഴെ 2 അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ പ്രവർത്തിക്കുന്നുണ്ട്.
അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കും. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏത്? ജോയിന്റ് രജിസ്ട്രാർ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിന്റെ മാത്രം പിക്ചർ നമ്മൾ എടുക്കുമ്പോൾ ജോയിന്റ് രജിസ്ട്രാർ ആണ് ഹെഡിൽ ഉണ്ടാവുക. അയാളെ തൊട്ടു താഴെ ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ പ്രവർത്തിക്കുന്നുണ്ടാവും. ആ ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് താഴെ 2 അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ പ്രവർത്തിക്കുന്നുണ്ട്. ആ 2 അസിസ്റ്റന്റ് രജിസ്ട്രാർമാരിൽ ഒരാളെ ഡ്യൂട്ടി പ്ലാനിങ് എന്ന് പറയുന്ന ഡ്യൂട്ടിയും മറ്റൊരാളെ ഡ്യൂട്ടി SC/ST-യുമായിരിക്കും. അസിസ്റ്റന്റ് രജിസ്ട്രാർമാരിൽ 2 അസിസ്റ്റന്റ് രജിസ്ട്രാർമാരാണ് ഇവിടെ ഉള്ളത് ഡിസ്ട്രിക്ട് ഓഫീസുകളിൽ. അല്ലല്ലോ, JR ഓഫീസിൽ 2 അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ. അതിൽ ഒരാളെ ഡ്യൂട്ടി പ്ലാനിങ്ങും മറ്റൊരാളെ ഡ്യൂട്ടി SC/ST-യുമാണ്. ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഡ്യൂട്ടി പ്ലാനിങ്ങും ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഡ്യൂട്ടി SC/ST ആണ്. അപ്പൊ എന്താ നമുക്ക് മനസ്സിലായത്? ഇവിടെ ശ്രദ്ധിക്കുക, 14 ഡിസ്ട്രിക്ട് ഓഫീസുകളിലും ജോയിന്റ് രജിസ്ട്രാർമാരുടെ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസുകളുണ്ട്. അതിൽ JR ഓഫീസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അഡ്മിനിസ്ട്രേഷൻ ആണ് ജോയിന്റ് രജിസ്ട്രാർക്ക് ഉള്ളത്. ജോയിന്റ് രജിസ്ട്രാറുടെ കീഴിൽ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറും ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് കീഴിൽ 2 അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ പ്രവർത്തിക്കുന്നു. അതിൽ ഒരാളെ ഡ്യൂട്ടി, ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഡ്യൂട്ടി പ്ലാനിങ് ആണ്, മറ്റൊരു അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഡ്യൂട്ടി SC/ST സൊസൈറ്റികളാണ്. അപ്പൊ ഡിസ്ട്രിക്ട് ലെവലിലുള്ള SC/ST സൊസൈറ്റികളുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ജോയിന്റ് രജിസ്ട്രാർക്ക് കീഴിലുള്ള ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് കീഴിലുള്ള അസിസ്റ്റന്റ് രജിസ്ട്രാറിൽ ഒരാളാണ്. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആക്ടിവിറ്റി ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ലെവലിലെ ജോയിന്റ് രജിസ്ട്രാർക്ക് കീഴിലുള്ള ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് കീഴിലുള്ള അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. അപ്പൊ ഡിസ്ട്രിക്ട് ലെവലില് JR ഓഫീസില് 2 അസിസ്റ്റന്റ് രജിസ്ട്രാർമാരുണ്ട്. ഒരാള് പ്ലാനിങ്ങും മറ്റേ SC/ST-യും. ഇതേ കാര്യം നമ്മൾ സ്റ്റേറ്റ് ലെവലിലേക്ക് പോയി അല്ലെ. സ്റ്റേറ്റ് ലെവലിലും 2 ജോയിന്റ് രജിസ്ട്രാർമാരുണ്ട്. അതുകൊണ്ട് എന്ത് ഇവർക്ക് ഇത്ര പ്രത്യേകത കൊടുക്കണ കാരണം? ഇവരെന്തിനെങ്ങനെ എടുത്തു പറയണ്ടേ? അതിനുള്ള കാരണം ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ. ഞാൻ പറഞ്ഞു ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസിന്റെ പരമാവധി റാങ്ക് എന്ന് പറയുന്നത് ജോയിന്റ് രജിസ്ട്രാർമാരാണ്. സ്റ്റേറ്റ് ലെവലിലെ റാങ്ക് എന്ന് പറയുന്നത് അഡീഷണൽ രജിസ്ട്രാർമാരാണ്. അപ്പൊ സ്റ്റേറ്റ് ലെവലില് അഡീഷണൽ രജിസ്ട്രാർമാരാണ് ഡ്യൂട്ടി ചെയ്യേണ്ടത്. അവിടെ 2 ജോയിന്റ് രജിസ്ട്രാർമാർ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേകത ഉണ്ട്, അവർക്കൊരു സ്പെഷ്യൽ ഉണ്ട്. ഇതേപോലെ ഡിസ്ട്രിക്ട് ലെവലിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലെ ഓഫീസർമാർ എന്ന് പറയുന്നത് ജോയിന്റ് രജിസ്ട്രാർമാരാണ്. ആ ജോയിന്റ് രജിസ്ട്രാർമാർക്ക് കീഴിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ പ്രവർത്തിക്കുമ്പോൾ അത് പ്രത്യേകം എടുത്തു കാണിക്കും. അതാണ് ഇവിടെയും പറയുന്നത്. ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസിൽ ഓഫീസ് ഇൻചാർജ് ജോയിന്റ് ഓഫീസിലെ ഓഫീസർ, ഡിസ്ട്രിക്ട് ലെവലിലെ ഓഫീസിന്റെ ഓഫീസ് എന്ന് പറയുന്നത്, ഓഫീസ് ഹെഡ് എന്ന് പറയുന്നത് ജോയിന്റ് രജിസ്ട്രാർമാരാണ്. ഓഫീസിലെ ഹെഡ് ജോയിന്റ് രജിസ്ട്രാർമാരാണ്. ആ ജോയിന്റ് രജിസ്ട്രാർമാർക്ക് കീഴിൽ ആരുണ്ട്? ഓഫീസിന്റെ ഹെഡ് ഓഫ് ദ ഓഫീസ്, ഹെഡ് ഓഫ് ദ ഡിസ്ട്രിക്ട് ഓഫീസിലെ ഹെഡ് ജോയിന്റ് രജിസ്ട്രാർ ആണ്. ആ ജോയിന്റ് രജിസ്ട്രാർക്ക് കീഴിൽ ആരുണ്ട്? ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ട്. അയാൾക്ക് കീഴിൽ പിന്നെ ആര് പ്രവർത്തിക്കുന്നുണ്ട്? 2 അസിസ്റ്റന്റ് രജിസ്ട്രാർമാരുണ്ട്. അതിൽ ഒരാൾ പ്ലാനിങ്ങിലും ഒരാൾ SC/ST-യിലുമാണ്. ഇനി ഡിസ്ട്രിക്ട് ലെവലിലെ ഓഡിറ്റിംഗിലേക്ക് വന്നാലോ? ഡിസ്ട്രിക്ട് ലെവലിലെ ഓഡിറ്റിംഗിലേക്ക് വന്നാൽ അവിടുത്തെ ഹെഡ് ആരാ? ഓഡിറ്റിംഗിന്റെ ഹെഡ് ആരാ? ജോയിന്റ് ഡയറക്ടേഴ്സ് ആണ്. ഓഡിറ്റ് വിങ്ങിന്റെ ഹെഡ് ജോയിന്റ് ഡയറക്ടർമാരാണ്. ആ ജോയിന്റ് ഡയറക്ടറെ കുറിച്ച് പറയുമ്പോഴോ അവിടെ ശ്രദ്ധിക്കുക, ജോയിന്റ് ഡയറക്ടറാണ്. ആ ജോയിന്റ് ഡയറക്ടർ എന്ന് പറയുന്ന ആള്, അയാളെ കീഴിൽ ആരുണ്ടാവും? ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടാവും. അവിടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഇല്ല, പകരം ആരുള്ളത്? അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ജോയിന്റ് ഡയറക്ടർ ഓഫ് ഓഡിറ്റ്, ജോയിന്റ് ഡയറക്ടർ താഴെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഓഡിറ്റ്. അസിസ്റ്റന്റ് ഡയറക്ടറുടെ താഴെ യൂണിറ്റ് ഓഡിറ്ററും കൺകറന്റ് ഓഡിറ്ററും. അസിസ്റ്റന്റ് ഡയറക്ടർ താഴെ യൂണിറ്റ് ഓഡിറ്ററും കൺകറന്റ് ഓഡിറ്ററും. അസിസ്റ്റന്റ് ഡയറക്ടർ താഴെ യൂണിറ്റ് ഓഡിറ്ററും കൺകറന്റ് ഓഡിറ്ററും. അസിസ്റ്റന്റ് ഡയറക്ടർ ആട്ടോ പറയാ, അസിസ്റ്റന്റ് ഓഡിറ്റർ എന്നല്ല പറയാ. അസിസ്റ്റന്റ് ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ താഴെ യൂണിറ്റ് ഓഡിറ്ററും കൺകറന്റ് ഓഡിറ്ററും. അപ്പൊ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കളെ ശ്രദ്ധിക്കുക. ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധിച്ചോ, ഒരു മിനിറ്റ്. ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസ് കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കുക.
ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസ്. ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസ് ആണ് കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസ് സ്ക്രീന് കാണുന്നുണ്ടാവും, ശ്രദ്ധിച്ചിരുന്നോ? കാണുന്നില്ല? ഞാനൊരു സ്ക്രീൻ ഇവിടെ എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഞാൻ എന്തൊക്കെയോ പുതിയൊരു നോട്ട് ഉണ്ട്. സ്ക്രീന് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലേ? ഇല്ല സർ. സ്ക്രീന് കാണില്ല? ഇല്ല, കാണുന്നില്ല സർ. കാണുന്നില്ല. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ അല്ലേ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോ ഒരേ ഒരു മിനിറ്റ്, പ്രശ്നമാണ്. നിങ്ങൾക്കിപ്പോ നിലവിൽ സ്ക്രീൻ കാണുന്നില്ല അതോ സ്ക്രീൻ കാണുന്നുണ്ട്? എങ്ങനെ വരുന്നേ? സ്ക്രീനൊന്നും കാണിക്കുന്നില്ല. സാറുടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. കാണിക്കുന്നുണ്ടോ? യെസ് ഉണ്ട്. ഓക്കെ, അവിടെ നമുക്ക് നല്ലത് ഇതാണ്. കാരണം എന്താ പറയുക, അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനും ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ കേട്ടോ. കാണുകയാണെങ്കിൽ ഏറ്റവും നന്നായിരുന്നു. ഓക്കെ, റെഡിയായി സാർ. റെഡിയായി. കാണുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഇനി നിങ്ങൾ നോക്കിക്കോ, നമ്മളിപ്പോ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസാണ് പറയുന്നത്. ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസാണ്. ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസില് ഇപ്പൊ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസാണ് കേട്ടോ, ശ്രദ്ധിച്ചോ. ഇത് ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസ്. ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസില് രണ്ടാളുകൾ ഉണ്ടാവും. ഒന്ന് അഡ്മിൻ ഡിപ്പാർട്ട്മെന്റും ഒന്ന് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റും. ഇത് ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസ്. ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസിലെ രണ്ട് ഓഫീസർമാര്, ഒന്ന് അഡ്മിൻ ലെവല്, മറ്റൊന്ന് മ്യൂട്ടാക്ക് ആരും മ്യൂട്ടാക്ക്. ഒരാൾ അഡ്മിനിലും ഒരാൾ ഓഡിറ്റിങ്ങിലും. അപ്പൊ ഇത് ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസാണ്. ഈ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസിൽ ഒരാൾ അഡ്മിനിലുണ്ട്, ഒരാള് എന്തിലുണ്ട്? ഒരാൾ അഡ്മിനിലുണ്ട്, ഒരാള് അഡ്മിൻ ഡിപ്പാർട്ട്മെന്റും ഒരാള് ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും. ഈ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജ് എന്ന് പറയുന്നത് ആർക്കാണ്? അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജ് എന്ന് പറയുന്നത് ജോയിന്റ് രജിസ്ട്രാർക്കാണ്, JRക്കാണ്. അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു ജോയിന്റ് അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഒരു ജോയിന്റ് രജിസ്ട്രാർ. ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഒരു ജോയിന്റ് ഡയറക്ടർക്കാണ്. ഇത് അഡ്മിൻ ഡിപ്പാർട്ട്മെന്റും ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റും. ഇത് ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ഇതൊരു ഡിസ്ട്രിക്ട് ആണ്. ശരിക്കും ഒരു ഡിസ്ട്രിക്ട് ഓഫീസാണ് ഞാൻ പറയുന്നത്. ഡിസ്ട്രിക്ട് ഓഫീസിൽ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ആ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജ് എന്ന് പറയുന്നത് ജോയിന്റ് രജിസ്ട്രാറും ഓഡിറ്റിംഗിന്റെ ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് ഡയറക്ടറുമാണ്. ഇനി ജോയിന്റ് ഡയറക്ടർക്ക് കീഴില്, അതേപോലെ തന്നെ ജോയിന്റ് രജിസ്ട്രാർ കീഴില്, ജോയിന്റ് രജിസ്ട്രാർ കീഴിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ JRന് കീഴിൽ ആരുണ്ടാവും? ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ടാവും. ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ടാവും. ജോയിന്റ് രജിസ്ട്രാർ, അയാളെ കീഴിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ. അയാളെ കീഴിൽ ആരുണ്ടാവും? രണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർമാരുണ്ടാവും. അയാളെ കീഴിൽ രണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ. അതിൽ ഒരാള് പ്ലാനിങ്ങിലും ഒരാള് SC/ST. ഇതാണ് ശരിക്കും JRന്റെ ഒരു പിക്ക് എന്ന് പറയുന്നത്. അഡ്മിൻ ഡിപ്പാർട്ട്മെന്റില് അഥവാ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിലെ ഹെഡ് JRന്റെ കീഴിൽ ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ കീഴിൽ ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാർ, മറ്റൊരു അസിസ്റ്റന്റ് രജിസ്ട്രാർ, അങ്ങനെ രണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർമാര്. ഒരാള് പ്ലാനിങ്ങില്, ഒരാള് SC/ST. ഇനി ഇതേ സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഓഡിറ്റിംഗിലേക്ക് വരികയാണ് വിചാരിച്ചു. ഡിസ്ട്രിക്റ്റില് ഓഡിറ്റിംഗ് സെക്ഷനിലാണ് നമ്മളുള്ളത്. ഓഡിറ്റിംഗ് സെക്ഷനിൽ ആരുണ്ടാവുക? ജോയിന്റ് ഡയറക്ടറാണ്. ജോയിന്റ് ഡയറക്ടർക്ക് കീഴിൽ ആരുണ്ടാവും? അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടാവും. അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴില് രണ്ട് ടൈപ്പ് ഓഡിറ്റേഴ്സ് ഉണ്ടാവും. അസിസ്റ്റന്റ് ഡയറക്ടർക്ക് കീഴിൽ രണ്ട് ടൈപ്പ് ഓഡിറ്റേഴ്സ്. അതിൽ ഒരാള് യൂണിറ്റ് ഓഡിറ്റർ എന്നറിയപ്പെടും. ഒരാളെ യൂണിറ്റ് ഓഡിറ്റർ എന്ന് പറയും. മറ്റൊരാളെ കൺകറന്റ് ഓഡിറ്റർ എന്നറിയപ്പെടും. കൺകറന്റ് ഓഡിറ്റേഴ്സ്. ഒരാള് യൂണിറ്റ് ഓഡിറ്ററും മറ്റൊരാള് കൺകറന്റ് ഓഡിറ്ററും. അപ്പോ ഡിസ്ട്രിക്ട് ലെവലില് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റില് ഏറ്റവും ടോപ്പ് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത് ജോയിന്റ് ഡയറക്ടർ. ആ ജോയിന്റ് ഡയറക്ടറുടെ കീഴില് അസിസ്റ്റന്റ് ഡയറക്ടർ. അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴില് രണ്ട് ടൈപ്പ് ഓഡിറ്റർമാരുണ്ടാവും. യൂണിറ്റ് ഓഡിറ്റേഴ്സ് ഉണ്ടാവും, കൺകറന്റ് ഓഡിറ്റേഴ്സും ഉണ്ടാവും. അതാണ് നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസിനെ കുറിച്ച് പറയുന്നത്.
അപ്പോ ഇവിടെ ശ്രദ്ധിക്കും, ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസിലേക്ക് വരുമ്പോ നമ്മളെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിട്ടുള്ള RCSന്റെ കീഴില്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ കീഴില് 14 ഡിസ്ട്രിക്ട് ഓഫീസുകൾ ഉണ്ടാവും. 14 ഡിസ്ട്രിക്ട് ഓഫീസുകൾ. 14 ഡിസ്ട്രിക്ട് ഓഫീസുകളിൽ 2 വിങ്ങുകൾ പ്രവർത്തിക്കും. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ വിങ്ങും മറ്റൊന്ന് ഓഡിറ്റ് വിങ്ങും. അതിൽ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിന്റെ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത് ഓഫീസ് ഹെഡ് എന്ന് പറയുന്നത് ജോയിന്റ് ഡയറക്ടർ ആയിരിക്കും. അയാളുടെ ഓഡിറ്റിങ്ങിന്റെ സെക്ഷനിൽ ജോയിന്റ് ഡയറക്ടർ ആയിരിക്കും. അപ്പോ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിലെ RCSന്റെ കീഴില് 14 ജില്ലകളിലായി 14 ഡിസ്ട്രിക്ട് ഓഫീസുകൾ. ആ ഡിസ്ട്രിക്ട് ഓഫീസില് അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ ആരുണ്ടാവും? ജോയിന്റ് രജിസ്ട്രാർ ഉണ്ടാവും. ഓഡിറ്റ് വിങ്ങിൽ ആരുണ്ടാവും? ജോയിന്റ് ഡയറക്ടർ ഉണ്ടാവും. അതിൽ തന്നെ ശ്രദ്ധിക്കണേ, അതിൽ തന്നെ ജോയിന്റ് രജിസ്ട്രാർ, നമ്മളെ ജോയിന്റ് രജിസ്ട്രാർ, ഈ ജോയിന്റ് രജിസ്ട്രാർ കീഴിൽ ആരുണ്ടാവും? ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ടാവും, 2 അസിസ്റ്റന്റ് രജിസ്ട്രാർമാരുണ്ടാവും. അതിൽ ഒരാളെ ഡ്യൂട്ടി പ്ലാനിങ് ആണ്, മറ്റൊരാളെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരാളെ ഡ്യൂട്ടി പ്ലാനിങ്ങും മറ്റൊരാളെ ഡ്യൂട്ടി എന്ന് പറയുന്നത് SC ST യുമായിരിക്കും. ഇനി അതേ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? അതേ ഓപ്ഷൻ നമ്മൾ 14 ജില്ലകളിലെ ജോയിന്റ് ഡയറക്ടർ എടുക്കുകയാണ്, ഓഡിറ്റ് വിങ് എടുക്കുകയാണ്. ജോയിന്റ് ഡയറക്ടർ എടുത്തു കഴിഞ്ഞാല് അയാളെ കീഴിൽ ആരുണ്ടാവുക? അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അസിസ്റ്റന്റ് ഡയറക്ടർക്ക് കീഴിൽ 2 ടൈപ്പ് ഓഡിറ്റർമാരുണ്ടാവും. അതിൽ ഒരാള് യൂണിറ്റ് ഓഡിറ്റേഴ്സ് എന്ന് പറയും, മറ്റൊരാള് കൺകറന്റ് ഓഡിറ്റേഴ്സ് എന്നറിയപ്പെടും. യൂണിറ്റ് ഓഡിറ്റേഴ്സും കൺകറന്റ് ഓഡിറ്റേഴ്സും. ഇനിയിപ്പോ യൂണിറ്റ് ഓഡിറ്റർമാർ എന്താണ്, കൺകറന്റ് ഓഡിറ്റേഴ്സ് എന്താന്നുള്ളത് കിട്ടിയാൽ മതിയോ? യൂണിറ്റ് ഓഡിറ്റർ എന്ന് പറയുന്നതും കൺകറന്റ് ഓഡിറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കൺകറന്റ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഒരേ കോപ്പറേറ്റീവ്സിലായിരിക്കും ആരുടെ ഡ്യൂട്ടി ഉണ്ടാവുക? കൺകറന്റ് ഓഡിറ്റേഴ്സിന്റെ ഡ്യൂട്ടി ഉണ്ടാവുക. കൺകറന്റ് ഓഡിറ്റേഴ്സ് എല്ലായ്പ്പോഴും ഒരേ സൊസൈറ്റിയിൽ തുടർച്ചയായി ഓഡിറ്റിംഗ് ചെയ്യും. എന്നാൽ യൂണിറ്റ് ഓഡിറ്റേഴ്സ് ഒരു വർഷത്തിൽ ഒരിക്കൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിർബന്ധമായിട്ട് ഓഡിറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ വർഷാവർഷം ഓരോ വർഷം കൂടുമ്പോഴും ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് യൂണിറ്റ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ഓഡിറ്റ്, അതിനാണ് കൺകറന്റ് ഓഡിറ്റേഴ്സ് ഉണ്ടാവുക. യൂണിറ്റ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും വർഷത്തിൽ ഒരിക്കൽ ഒരു പ്രാവശ്യം ഓഡിറ്റ് ചെയ്യണമെന്ന് കമ്പൽസറിയാണ്. ആ കമ്പൽസറി ഓഡിറ്റിങ്ങിന് പോകുന്ന ആളുകളാണ് ആര്? യൂണിറ്റ് ഓഡിറ്റേഴ്സ്. കൺകറന്റ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ തന്നെ എന്ത് ചെയ്യാറുണ്ട്? തുടർച്ചയായിട്ട് മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ഓഡിറ്റ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്, ടീം ഓഡിറ്റ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ആ ടീം ഓഡിറ്റിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ് കൺകറന്റ് ഓഡിറ്റേഴ്സ്. കമ്പൽസറി ആയിട്ടുള്ള ഫിനാൻഷ്യലി ഓഡിറ്റിങ്ങിന് മാത്രം, വർഷത്തിലുള്ള ഒരിക്കലുള്ള ഓഡിറ്റിങ്ങിന് മാത്രം പോകുന്ന ആളുകളാണ് യൂണിറ്റ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. പൊരിക്കതാ റെഡിയാണോ? സെറ്റാണ് ഓർ നോട്ട് സെറ്റ്? സെറ്റാണ്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ എപ്പോഴും ക്ലിയർ. ഇപ്പൊ നമ്മൾ ഡിസ്ട്രിക്ട് ഓഫീസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഏത് പഠിക്കാണ്ട്? താലൂക്ക് ലെവൽ ഓഫീസ് പഠിക്കാണ്ട്. താലൂക്ക് ലെവൽ ഓഫീസ് എനിക്ക് പറഞ്ഞു തരണം നല്ല ആഗ്രഹമുണ്ട്. ഇപ്പൊ സമയം 2 മണി. ഇന്നത്തോടുകൂടി ക്ലാസ് തീർക്കണം എന്ന് വിചാരിച്ചാ കുഴപ്പമില്ല, പ്രശ്നമില്ല. കാരണം പഠിപ്പിക്കുന്ന ഒരു മാറ്റർ ആണെങ്കിൽ ആ മാറ്റർ നിങ്ങൾ പഠിച്ചിട്ട് പോകുമ്പോൾ അതിലൊരു സംതൃപ്തി ഉണ്ട്. അതോടൊപ്പം തന്നെ റിവിഷൻ നിങ്ങൾ സ്വന്തം ചെയ്താലും ഇവിടെ ചെയ്യിട്ടോ നമുക്ക് പറയാം. കാരണം പറഞ്ഞിരുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞെന്നുള്ളതുകൊണ്ട്. പക്ഷെ അത് പറഞ്ഞുതരാതിരുന്നാൽ പിന്നെ നമ്മൾ റിവിഷനും കൂടെ ചെയ്തില്ലെങ്കിൽ ഫീലിംഗ് അല്ലേ. അപ്പൊ എനിവേ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്ന് മക്കളെ ഒരു നിമിഷം, ഇന്ന് നമ്മൾ ആകെ പറഞ്ഞ എന്താ പറയുക, 22 സെക്ഷനുകൾ രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ അണ്ടറിലുണ്ട്. ആ സെക്ഷനുകൾ 22 ഇല്ലെങ്കിലും ഒരു 11 സെക്ഷനെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് ഒന്ന് ഇതാക്കിയാണ് കേട്ടോ ഓരോ സെക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ 22 സെക്ഷന്റെ പേരെടുത്ത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുമോ 22 സെക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഈ 11ൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു എന്താ പറയാ 18ഓളം സെക്ഷന് ഇതിൽ നിന്ന് കിട്ടും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ കിട്ടും. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകാനുണ്ട്. അതായത് ക്രെഡിറ്റ് വിങ് എന്ന് പറയുന്നത് 2 ക്രെഡിറ്റ് വിങ് ഉണ്ട്. അതേപോലെ തന്നെ ICDP എന്ന് പറയുന്നത് 1 ഒരു സെക്ഷനാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ 22 കിട്ടും.
പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതിലേക്ക് ഞാൻ വെറുതെ ആവശ്യമില്ലാതെ കയറിയിട്ട് നിങ്ങളെ ആവശ്യമില്ലാതെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ആവശ്യമുള്ളത് പഠിപ്പിച്ചാലോ വെച്ചിട്ടാണ്. നൗ അപ്പൊ RCSന്റെ ഒരു ചെറിയൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഹെഡിന്റെ ഒരു ചെറിയ സ്ട്രക്ചർ നമ്മൾ തന്നു. അതിനുശേഷം നമ്മൾ നേരെ ഡിസ്ട്രിക്റ്റിലേക്കാണ് പോകുന്നത്. ഡിസ്ട്രിക്ട് ഓഫീസിൽ നമ്മൾ എന്താ ചെയ്തത്? ഡിസ്ട്രിക്ട് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് JR ഓഫീസാണ്. ഡിസ്ട്രിക്ട് ഓഫീസിലും അഡ്മിൻ വിങ് ഉണ്ട്, ഓഡിറ്റ് വിങ് ഉണ്ട്. അഡ്മിൻ വിങ്ങിന്റെ ഇൻചാർജ് ജോയിന്റ് രജിസ്ട്രാർക്ക്, ഓഡിറ്റ് വിങ്ങിന്റെ ഇൻചാർജ് ജോയിന്റ് ഡയറക്ടർ. അഡ്മിൻ വിങ്ങിൽ ജോയിന്റ് രജിസ്ട്രാർക്ക് കീഴില് ഡെപ്യൂട്ടി രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് കീഴില് 2 അസിസ്റ്റന്റ് രജിസ്ട്രാർമാര്. അതിൽ ഒരാൾ പ്ലാനിങ്ങിലും ഒരാൾ SC/ST. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് എപ്പോഴും ഹൈലൈറ്റ് ആണ്, നോട്ട് ചെയ്യണം. ദെൻ പിന്നെ നമ്മൾ ഓഡിറ്റ് വിങ്. ഓഡിറ്റ് വിങ്ങിൽ എന്തുണ്ട്? ആദ്യം ജോയിന്റ് ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ താഴെ അസിസ്റ്റന്റ് ഡയറക്ടർ. അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് താഴെ 2 ടൈപ്പ് ഓഡിറ്റേഴ്സ് ഉണ്ടാവും. കൺകറന്റ് ഓഡിറ്റേഴ്സ് ഉണ്ടാവും, യൂണിറ്റ് ഓഡിറ്റേഴ്സ് ഉണ്ടാവും. യൂണിറ്റ് ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പൽസറി ആയിട്ടുള്ള ഇയർലി ഓഡിറ്റ് ഉണ്ട് എല്ലാ സൊസൈറ്റിയും. ആ ഓഡിറ്റിങ്ങിന് മാത്രം പോകുന്ന ആളുകളാണ് യൂണിറ്റ് ഓഡിറ്റേഴ്സ്. കൺകറന്റ് ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സൊസൈറ്റികൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ടാവും. അത്തരത്തിലുള്ള ഓഡിറ്റിങ്ങിന് പോകുന്നവരാണ് കൺകറന്റ് ഓഡിറ്റേഴ്സ്, അല്ലെങ്കിൽ ടീം ഓഡിറ്റ് എന്ന് പറയും. നമുക്ക് പഠിക്കാനുണ്ട്, ഓഡിറ്റിംഗ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്കൊരൊറ്റ ഇതുള്ളൂ, നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്, എനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും നിങ്ങൾക്കും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ആ എക്സാം ഡേറ്റ് വരെ കൃത്യമായ ദിവസങ്ങൾ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആ കേരള ബാങ്ക് ഈസി വർക്ക് ഓവറാണ്, നമുക്ക് നടന്നു കയറാവുന്നുള്ളൂ. പക്ഷെ എല്ലാ ദിവസവും നമുക്ക് എഴുതി കൂട്ടരുത്. എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും. ഇപ്പൊ രാവിലെ വന്നിട്ട് പാർവതി പറഞ്ഞു സാറേ ക്ലാസ് കിട്ടിയില്ല, ക്ലാസ് കഴിഞ്ഞ് 2 ദിവസം ക്ലാസ് കയറാൻ പറ്റില്ല, അത് വലിയൊരു മിസ് തന്നെ. ചിലപ്പോൾ ഒരു പേജ് മാത്രമേ ഒരു ദിവസം എടുക്കണുള്ളൂ, ഒരു ചെറിയൊരു പേജ് കണ്ടന്റ് എടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ അത് മൈൻഡിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാ ക്ലാസ്സിലും മാക്സിമം 2 ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ പോരെ, 2 ക്ലാസ്സിലും ജോയിൻ ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നിർബന്ധമായിട്ട്, അതൊരു നിർബന്ധ ബുദ്ധിയായിട്ട് വെക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ ഈ 1 മണി to 2 മണി ക്ലാസ് എടുക്കാൻ പ്രയാസം ആയതുകൊണ്ടാണ് വെള്ളിയാഴ്ച ലീവ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ വെള്ളിയാഴ്ച ലീവില്ല, നമ്മൾ ക്ലാസ് എടുക്കുന്നത് ചെയ്യുമായിരുന്നു. നൗ വെള്ളിയാഴ്ച ഞായറാഴ്ചകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി വെക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ എത്താൻ വേണ്ടി നോക്കുക. ഒരിക്കലും ക്ലാസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി നോക്കുക. ഇന്ന് ഒറ്റ ഇതുള്ളൂ, നിങ്ങളെ കൊണ്ടൊന്നും എല്ലാവരെ കൊണ്ടൊന്നും അത് പറയിപ്പിക്കാൻ എന്നുള്ളൊരു ടൈം കിട്ടിയില്ല എന്നുള്ളൊരു ഫീലിംഗേ ഉള്ളൂ. എന്തായാലും തിങ്കളാഴ്ചത്തോടുകൂടെ ഇനി ഒരേ ഒരു ക്ലാസ്, ഒറ്റ ക്ലാസ്സോടുകൂടെ നമുക്കിത് തീർക്കാൻ പറ്റും. എനിവേ സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് തിങ്കളാഴ്ചത്തോടുകൂടെ തീരും. തിങ്കളാഴ്ച തന്നെ നമ്മൾ എന്ത് ചെയ്യും? തിങ്കളോ ചൊവ്വയായിട്ട് നമ്മൾ എക്സാം നടത്തും, സ്ട്രക്ചർ ഓഫ് ദി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക, നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. ടൈം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ താങ്ക് യു.